ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യം അത് 100% വെറും 2% മാത്രം പ്രാക്ടിക്കൽ ആവാൻ സാധ്യതയുള്ള ഒരു ഊഹമാണ്. എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡില്യൂഷണൽ എന്ന് വിളിക്കാം, പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ സിനിമയിലെ ആക്ഷൻ സീനുകൾ ഷൂട്ട് ചെയ്യാറില്ലേ, ഒരാൾ ഫിസ്റ്റ് വെച്ച് ഇടിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നു, അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ റിയാക്ഷൻ ഷോട്ട് എടുക്കുന്നു. അങ്ങനെയാണ് ഒരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യാറുള്ളത്. ഇടിക്കുന്ന ആള് ശരിക്കും ഇടിക്കാറില്ല, പക്ഷെ അപ്പുറത്തെ ആളുടെ റിയാക്ഷൻ വെച്ച് നമുക്ക് ഇടിച്ച പോലെ തോന്നുകയാണ് ചെയ്യാറുള്ളത്. അതാണ് ഇതിന്റെ ഒരു ട്രിക്ക്. ആ രീതിയിലും പിന്നെ പ്രോമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്നൊരു കാര്യം കൂടെ വെച്ച് നോക്കുമ്പോൾ പ്രോമോ ഫേക്ക് ആവാനാണ് സാധ്യത. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറും 2% മാത്രം സത്യമായിട്ട് വരാനുള്ള ഒരു കാര്യമാണ്. ഞാൻ ചിലപ്പോൾ ഡില്യൂഷണൽ ആയിരിക്കാം ഈ ഒരു കാര്യത്തില്. ഇത് ഞാൻ പറയാൻ മറ്റൊരു റീസണും കൂടി ഉണ്ട്. സിജോയ്ക്ക് പകരം ഓപ്പോസിറ്റ് നിന്നത് ഗബ്രി ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ പറയില്ലായിരുന്നു. സിജോയുമായിട്ട് റോക്കിക്ക് ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഒരിക്കലും സിജോയെ റോക്കി അടിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അവിടെ ഗബ്രി ആയിരുന്നുവെങ്കിൽ റോക്കി അടിച്ചു എന്ന് നമുക്ക് 100% പറയാമായിരുന്നു. ഗബ്രിയോടുള്ള അത്രയ്ക്കും ഗ്രഡ്ജ് നമ്മുടെ സിജോയുമായിട്ട് റോക്കിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതുവരെ ലൈവിൽ അതിനുള്ള ഒരു ചെറിയ സ്പാർക്ക് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഗബ്രി ചെറിയ രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, റോക്കി അതിനനുസരിച്ചുള്ള കൊടുക്കുന്നുമുണ്ട്. അതായിരുന്നു ലൈവിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ സത്യമായിട്ട് വരാൻ 2% മാത്രം സാധ്യതയുള്ള ഒരു കാര്യം ഇങ്ങനെ വിളിച്ചു പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഈ ഒരു കാര്യം ലൈവിൽ കണ്ടാൽ മാത്രമേ ഞാൻ 100% വിശ്വസിക്കുന്നുള്ളൂ പൂർണ്ണമായിട്ട്. 30 സെക്കൻഡിന്റെ ഒരു പ്രോമോ വെച്ചിട്ട് ബിഗ് ബോസിന് നമ്മൾ ഈസി ആയിട്ട് വടിയാക്കാൻ പറ്റും. വടിയാക്കിയിട്ട് മുമ്പ് അതുകൊണ്ടും കൂടിയാണ്. ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.